ഒരു കാര്യം പറയാനിട്ട് അപ്പൊ ലൈവിൽ വന്നത്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ രാത്രി കാലങ്ങളിലല്ല മറ്റു കാലങ്ങളിൽ വന്നിട്ട് മറ്റു സമയങ്ങളിൽ വന്നിട്ട് ചില ആൾക്കാർ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. വീഡിയോ കോൾസ് ഒക്കെ മെസ്സേജറിൽ വിളിക്കുന്നു. അപ്പം വീഡിയോ കോൾ വിളിക്കുന്ന ചേട്ടന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനാണ് ഞാനിപ്പം ലൈവിൽ വന്നത്. അത് വീഡിയോ കോള് വിളിച്ച് ശല്യം ചെയ്യുന്ന കുറച്ച് ആങ്ങളമാരുണ്ട് ഇതിനകത്ത്. ആങ്ങളമാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ, അങ്ങനെ എൻ്റെ ഫേസ്ബുക്കിൽ ഇരിക്കുന്നവരൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു നിലപാടിൽ കാണാമല്ലോ, ഫ്രണ്ട്സോ. അപ്പൊ അങ്ങനെയുള്ള ഈ വീഡിയോ കോള്, അതായത് ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ അടുത്ത് ഒരു അനുവാദം അല്ലെങ്കിൽ അനുവാദം ചോദിക്കാതെ നമ്മൾ ഹായ് ഹലോ വെച്ച് നമ്മൾ അതിനൊരു റിപ്ലൈ പോലും കൊടുക്കാതിരിക്കുന്ന ചില ആൾക്കാർ വന്നിട്ട് ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോ കോൾ വിളിക്കുക, അത് രാത്രി സമയങ്ങളിലൊക്കെ. അപ്പൊ എനിക്ക് അവരോട് 2 വാക്ക് പറയാനിട്ടാ ഞാനിപ്പോ ഈ ലൈവിൽ വന്നത്. അത് മറ്റൊന്നുമല്ല, സഹോദരന്മാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാണ്ട് എന്തിനാണ് ഈ വീഡിയോ കോളും മെസ്സേജർ കോളും ഒക്കെ വിളിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കളയുകയല്ലേ? ഒരു പെൺകുട്ടിയുടെ നിങ്ങളുടെ വീട്ടിലെ സഹോദരിമാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റ് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു കോള് വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ സഹോദരിമാർക്കും വീട്ടിനായിട്ടൊക്കെ വീഡിയോ കോള് വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക? ഞാനിത് ആരും എന്നെ വീഡിയോ കോള് വിളിക്കരുതെന്ന് പറഞ്ഞപ്പം രണ്ട് ആൾക്കാർ വന്നിട്ട് എനിക്ക് ഒരു ബാഡ്ലി കമന്റ് ഇട്ടു. ഞാൻ അതിന് നല്ല മറുപടി കൊടുത്തു. അവന്മാര് കണ്ടം വഴി ഓടിക്കളഞ്ഞു. എന്തൊക്കെയോ കച്ചവടത്തിന്റെ കഥയൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ഒരുത്തൻ ചീസ് ബർഗറാ അതിന്റെ കഥയും പറഞ്ഞു വന്നു. ഇവന്മാരൊക്കെ ഈ ലാംഗ്വേജ് ഒക്കെ അവന്റെയൊക്കെ പെങ്ങന്മാരെടുത്തോ അല്ലെ അവന്റെയൊക്കെ വീട്ടിലെ കുടുംബത്തിലുള്ള സ്ത്രീകളത്തൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണോ? ഞാൻ എന്റെ ഫേസ്ബുക്കിനകത്ത് എന്നെ വീഡിയോ കോള് വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന് പറയുമ്പം ഇത്രയും മോശം രീതിയിൽ കമന്റും പറഞ്ഞു വരുന്ന ഇവന്മാരൊന്നും കുടുംബത്തിൽ പറഞ്ഞവന്മാരല്ല എന്ന് മനസ്സിലായി. ഒരുത്തൻ പെസ്കയുടെ ഏതോ യൂണിയൻ ഡ്രൈവിംഗ് എന്നാണ് അവന്റെ പ്രൊഫൈൽ ഇട്ടിരിക്കുന്നത്. വേറൊരുത്തൻ അതിലും വലിയ പ്രൊഫൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവന്മാർക്കൊന്നും വിവരമില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവന്മാർക്കൊന്നും ഒരു വിവരമില്ലേ? എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. അതിനകത്ത് അവന്മാര് മറ്റേ കച്ചവടം മറിച്ച കച്ചവടമായിട്ടൊന്നും വരണ്ട, മനസ്സിലായ? അതുപോലെ ഈ ഇടയ്ക്ക് വേറൊരു പെണ്ണ്, ഞാനേ ഇത് ക്ലോസ് ചെയ്തിട്ട് ഡോർ ഭയങ്കര വോയിസ് വരുന്നു. ഇനി പറയാം. ഇവന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം ഇവന്റെയൊക്കെ പെങ്ങന്മാരടുത്ത് ഈ ലാംഗ്വേജ് ആണോ ഉപയോഗിക്കുന്നത്? പ്രതികരണശേഷി ഇല്ലാന്നൊന്നും ആരും വിചാരിക്കണ്ട. വാസ്തവികയുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് വാസ്തവികയെ എന്തും അങ്ങോട്ട് പറയാം, അല്ലെങ്കിൽ വാസ്തവികയെ എന്തും അങ്ങോട്ട് മോശമായ രീതിയിൽ പറയാമെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേരെ. വാസ്തവിക അതിനുശേഷം ഭയങ്കര സ്ട്രോങ് ആയ ഒരു ലേഡിയാണേ. എന്നെ പറയുന്ന ആരായാലും തിരിച്ച് വീട്ടിലുള്ള കുടുംബത്തിലുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഇനി കുഴി പോയ അമ്മായി അമ്മൂമ്മയ്ക്ക് വരെ തിരിച്ചു കേട്ടിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ വാസ്തവി എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊന്നും ആരും ചോദിക്കരുത്. കാരണം എനിക്ക് വരുന്ന അറ്റാക്ക്, സൈബർ അറ്റാക്ക് ആയാലും ബാഡ് കമന്റ് ആയാലും ഞാൻ തിരിച്ചു അതിനനുസരിച്ച് മറുപടി കൊടുക്കും. ഞാനൊരു പ്രതിമയൊന്നുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. കേട്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനേ ഞാനൊരു പ്രതിമ ഒന്നുമല്ല, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. എനിക്ക് പറയാനുള്ളതും എന്റെ കാര്യങ്ങൾ അറിയിക്കാനുമാണ് ഞാനൊരു ഫേസ്ബുക്കോ ഒരു ഇൻസ്റ്റയോ അതിനു വേണ്ടുന്ന കാര്യങ്ങളോ ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിനകത്ത് വന്നിരുന്ന് ഒരുമാതിരി തൊലിഞ്ഞ കമന്റ് ഇടുന്ന മലരന്മാരുണ്ടെങ്കിൽ ആ മലരന്മാരെ ഇങ്ങോട്ട് വരണ്ട. ഏത് തക്കാളി ആയാലും തിരിച്ച് എന്റെ വായിന്ന് നല്ല പുഴുത്ത ലാംഗ്വേജ് ഞാൻ മറുപടി കൊടുക്കും. അതുകൂടി ഞാൻ പറയാം, ഏത് തക്കാളികളോടായാലും. മനസ്സിലായോ? അതുകൊണ്ട് ഒരു മലരന്മാരും ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട.
എന്റെ ഫോണില് ആർക്കെങ്കിലും എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മാന്യമായിട്ടൊരു മെസ്സേജ് അയക്കാം. നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് സഹോദരി, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോടൊന്ന് മാന്യമായി ചോദിക്കാം. അപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അല്ലാതെ ഒരു കാര്യമില്ലാണ്ട് എന്റെ അടുത്ത് വന്ന് ഡയറക്റ്റ് വീഡിയോ കോൾ വിളിക്കുക, ഡയറക്റ്റ് മെസ്സേജ് കോൾ വിളിക്കുക. എന്റെയൊക്കെ അച്ചിമാരാണോ എന്റെ വീട്ടിൽ ഇരിക്കണേ അങ്ങനെ ചെയ്യാനേ? എന്റെയൊക്കെ കുടുംബത്തില് കെട്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ, കെട്ടി വീട്ടിൽ വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ കാണാൻ ഇവന്മാര് വീഡിയോ കോൾ വിളിക്കുവോ? ഇവന്മാരൊക്കെ ദൂരേക്ക് പോയാൽ സ്വന്തം ഭാര്യയെ ഫോൺ ചെയ്യാറുണ്ടോ? നാട്ടില് സ്ത്രീകളുടെ മെസ്സേജറി വന്നിട്ട് ഫോൺ വിളിക്കാനും വീഡിയോ കോൾ വിളിക്കാനും ഒക്കെ എന്തൊരു ഉത്സാഹം ഇവന്മാർക്കൊക്കെ. അതുകൊണ്ട് അത് പറയാനിട്ടാ വന്നേ ഞാന്. അതുകൊണ്ട് എന്നെ എന്തെങ്കിലും തരത്തില് ബാഡ് കമന്റ് എന്റെ പോസ്റ്റിൽ, ഞാനിടുന്ന പോസ്റ്റിനകത്ത് വന്ന് ഏതോമാരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ തക്കാളികൾക്കും ഞാൻ നല്ല മറുപടി തരും. ഞാൻ പ്രതികരിക്കുന്ന പെണ്ണാണ്, ഞാൻ പ്രതിമയല്ല. ശരിക്കും ഞാൻ മറുപടി തന്നിട്ടേ ഞാൻ പിന്മാറൂ. എടുക്കേണ്ട നടപടിക്ക് വരെ ഞാൻ പോവും. മുഷിഞ്ഞ് മെനക്കെട്ട് ഞാൻ പോവും. ആർക്കും വന്ന് ചോണ്ടാനുള്ള ഒരാളല്ല ഞാൻ, മനസ്സിലായ? ആർക്കും വന്ന് മാന്തിപ്പറിക്കാനുള്ള ഒരാളല്ല ഞാൻ. എനിക്കും ജീവിച്ചൊക്കെ പോണേ ഈ സമൂഹത്തിൽ, എനിക്കും ജീവിച്ചു പോണം. പിന്നെ അവൻ വന്നിട്ട് ചോദിക്കുന്നു, ഇത്രയും പ്രായമുള്ള ആളെ എങ്ങനെ വീഡിയോ കോള് വിളിക്കണേന്ന്. ഞാൻ ആവശ്യപ്പെട്ടോ എന്നെ വിളിക്കാൻ വീഡിയോ കോള്? എന്റെ പ്രായം അവനാരാ ഡിസൈഡ് ചെയ്യാൻ? അവനാണോ എന്നെ ഉണ്ടാക്കിയത്? എന്നെ ഉണ്ടാക്കിയത് ചന്ദ്രൻ അയ്യറാണ്. അയാൾ ഇപ്പൊ ഭൂമിയിലില്ല, മരിച്ചു, 6 മാസമായി. അവനല്ല എന്നെ ഉണ്ടാക്കിയത്. എന്റെ പ്രായം അവൻ ഡിസൈഡ് ചെയ്യാൻ, മനസ്സിലായോ? അവനാദ്യം അവന്റെ പ്രായം നോക്കുക. അവൻ എന്നെക്കാളും മുതുമൂത്ത കളവനാണ്. ആ മുതുമൂത്ത കളവനാണ് വന്നിട്ട് എന്റെ പ്രായത്തെ ഡിസൈഡ് ചെയ്യുന്നത്. എന്റെ പ്രായം ഞാൻ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നിങ്ങളെ ആരെ സംബന്ധിക്കുന്നതല്ല. ഞാൻ ചിലപ്പോ 17 കഴിയാവാം, 18 കഴിയാവാം, ചിലപ്പോ 30 കഴിയാവാം, 35 കഴിയാവാം, ചിലപ്പോ 50 വയസ്സുള്ള പെണ്ണും ആവാം, അല്ലെ 60 വയസ്സുള്ള കിളവിയാവാം. അതൊന്നും സമൂഹത്തിലുള്ളവരെ ആരെയും ബാധിക്കുന്നതല്ല എന്റെ പ്രായമൊന്നും, മനസ്സിലായോ? അവന്റെ ഒരു ചോദ്യം, ഇത്രയും പ്രായമായ പെണ്ണിനെ ആരാണ് വീഡിയോ കോൾ വിളിക്കുക? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 10, 50, 60 വയസ്സുള്ള ഒരു അമ്മേ 25-കാരനും 30-കാരനും ഒക്കെ കയറി പീഡനം നടത്തുന്നല്ലോ. അത് ഇവരൊക്കെ പ്രായം നോക്കിയിട്ടാണോ കയറി പീഡിപ്പിച്ചിട്ടുള്ളത്? അതിന്റെ കേസുകൾ എത്ര എണ്ണം ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നു? അതൊക്കെ ഇവരൊക്കെ പ്രായം നോക്കിയിട്ടാണോ പോയിട്ടുള്ളത്? വിവരമില്ലാത്ത നാറികൾ കുറെ എണ്ണം ഉണ്ട്. അതുകൊണ്ട് എന്റെ അനുവാദമില്ലാതെ ആരും വന്ന് മെസ്സേജറിൽ ശല്യം ചെയ്ത് വീഡിയോ കോൾ വിളിക്കരുത്. ഇവന്റെ ഒന്നും അച്ചി ആരും എന്റെ കുടുംബത്തിലോ എന്റെ തറവാട്ടിലും ഇല്ല. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാ. അതിനകത്ത് ഒന്ന് 2 ഉണ്ടാക്കിയിട്ട് പോയി, ബാഡ് കമന്റ് ഇട്ടിട്ട്. ഇപ്പൊ അവന്മാരത് ഡിലീറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. നടപടി എടുക്കും പറഞ്ഞപ്പോ അവന്മാരത് ഡിലീറ്റ് ചെയ്ത് പോയി. ഏതെങ്കിലും ഒരു സ്ത്രീകളുടെ ഇതിൽ പോയിട്ട് മാന്തിപ്പറിക്കാൻ കുറെ അലവലാദികളുണ്ട് സമൂഹത്തില്. ഇവന്റെയൊക്കെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവന്മാർക്ക് നോക്കിക്കാണാൻ സമയമേ ഇല്ല. ഒരു പെണ്ണ് സമൂഹത്തിലിറങ്ങി എന്ത് പറഞ്ഞാലും അത് ഇവന്മാരൊക്കെ തെറ്റായിട്ട് കാണുന്ന കുറെ സമൂഹത്തിലെ സദാചാര അലവലാദികളുണ്ട്. ഈ അലവലാദികൾ ആരും വാസ്തവിക ഫോക്കസ് ചെയ്യണ്ട. നല്ല മറുപടി ഞാൻ കൊടുത്തിട്ട് പോകും, ഏതവനായാലും. ഞാനേ ഒറ്റത്തടി, എനിക്ക് പേടിക്കാനൊന്നുമില്ല, മനസ്സിലായോ? എനിക്ക് കെട്ടിയനോ അല്ലെങ്കിൽ പെറ്റു മക്കളെയൊന്നും വെച്ചിട്ടില്ല. അയ്യോ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താവും, അവർക്ക് എന്താവും എന്ന് ചിന്തിച്ചിട്ട് ഇറങ്ങാതിരിക്കാനേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഒന്നുമില്ല. തിരിച്ചു മറുപടി തന്നെ കൊടുക്കും. കാരണം കുറ്റിയൊക്കെ അടിക്കേണ്ട സാഹചര്യം വന്നാൽ പോയി അടിക്കുക തന്നെ ചെയ്യും. കാവാലം നോക്കി അടി തന്നെ കൊടുക്കും. എന്നെ പറയാൻ വന്ന ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ കരകയറി വന്ന് ഞാനൊരു പാവം ആയതുകൊണ്ടാണ്, ഒരു പാവ സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായത്. അന്ന് മുതൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ്, എന്നെ ആര് എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു മറുപടി കൊടുക്കും എന്നുള്ളത്, മനസ്സിലായോ? അത് ഇനിയും തുടരും, മരിക്കും കാലം വരെയും തുടരും. എന്നെ ഏതൊരുത്തം വന്ന് ചോണ്ടാൻ വന്നാലും ഞാൻ തിരിച്ചു നല്ല മറുപടി ഞാൻ കൊടുക്കും. അതിന് വിദ്യാഭ്യാസമോ വിവരമോ യോഗ്യതയോ കുടുംബമഹിമെന്ന് ഞാൻ നോക്കില്ല. ഞാൻ മറുപടി കൊടുക്കും. അതുകൊണ്ട് ചൊറിയുന്നവന്മാരോട് ഞാൻ പറയാ, ചൊറിച്ചിലോട്ട് ഇങ്ങോട്ട് വരണ്ട, ഞാൻ മാന്തി പറിച്ചു വിടും. ഉള്ളതിന് തുറന്നു പറയാ. അല്ല, ഇവനൊക്കെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഞാൻ വീഡിയോ കോൾ എടുത്തിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ സന്തോഷമായിട്ട് എന്നെ നല്ല പെണ്ണാക്കി പോകുമായിരുന്നു. ഞാൻ പ്രതികരിച്ചപ്പോഴാണ് ഞാൻ മോശക്കാരിയായത്. ഇവന്മാരൊക്കെ പറയുന്ന എല്ലാ വൃത്തികേടും ഞാൻ കേട്ടുകൊണ്ടിരുന്ന് സന്തോഷിച്ച് മറുപടി കൊടുക്കാതെ
സഹിച്ച് ഞാനങ്ങ് ഇരുന്നെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നിൽ നല്ല പെണ്ണ്, ഇവന്മാരുടെ എല്ലാ വൃത്തികേടും സഹിച്ചിരിക്കുന്ന നല്ല ഒരു പെണ്ണ്. ഞാൻ മറുപടി പറഞ്ഞപ്പോ ഞാൻ മോശക്കാരി, അഹങ്കാരി, വൃത്തികെട്ടവള്. കുഴപ്പമില്ല, ഞാൻ പ്രതികരിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള ലേബിളൊക്കെ തരുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് വാങ്ങിച്ചു വെച്ചോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ പ്രതികരിക്കുന്നത് കൊണ്ട് ഞാനൊരു മോശക്കാരിയായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ എനിക്കുണ്ട്. മനസ്സിലായോ? ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇത് വേറെ വല്ല പെൺകുട്ടികളടുത്താണെങ്കിൽ അവരൊക്കെ പോയി ആത്മഹത്യ ചെയ്യും. നിങ്ങളൊക്കെ ആയിട്ടാണ് ഓരോ പിള്ളേരെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സമൂഹം ആർക്കും ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. അവർക്കുണ്ടായ പ്രശ്നങ്ങളോ ഒന്നും സമൂഹത്തിൽ തുറന്നു പറയാൻ അനുവദിക്കുന്നില്ല ചില സമൂഹത്തിലുള്ള പരനാറികള്. മനസ്സിലായോ? ഇവന്മാരെയൊക്കെ പേടിച്ചു കഴിയണം. ഇങ്ങനെയുള്ള ആവാസന്മാരെ ഒരു സ്ത്രീ പേടിച്ചു കഴിയണമെന്നാണോ പറയുന്നത്? ഇവരുടെ വൃത്തികേടും വായി തോന്നുന്ന വാക്കുകളൊക്കെ കേട്ട് ജീവിക്കാൻ എന്തുവാ? അതുവരെ പീഡനമാണെന്നേ. മെസ്സേജറി വന്ന് മോശമായ കമന്റ് ഇട്ട് പറയുന്നത് മറ്റൊരു തരത്തിൽ പീഡനമാണ്. അതും ആർട്ടിക്കിളിൽ പെടുന്നതാണ്, സെക്ഷനിൽ പെടുന്നതാണ്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണത്, IPC പെടുന്ന ബാക്ക്ഗ്രൗണ്ടാണ്. മോശം കമന്റ് ഒരു സ്ത്രീയുടെ ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞിട്ടാല് ഇനി ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, ഏതോ വന്നിട്ടാലും. പണ്ടൊരു കളവനെ ഞാൻ ഓട്ടിക്കും. ആ ഇലക്ട്രിസിറ്റി ജോലി, വാട്ടർ അതോറിറ്റിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു കളവൻ വിളിച്ച അവസാനം മാപ്പ് പറഞ്ഞു പോയത്. പിന്നെ ഞാനത് പോട്ടെ, വയസ്സുന്നവനല്ലേ ഇത് വിട്ട്. ഇനി ആരെങ്കിലും വന്ന് എന്നെ മോശമായ കമന്റോ മോശമായ രീതിയിലോ പറയാൻ വന്ന കുടുംബത്തിൽ കയറി വന്ന് കുടുംബക്കാർ കാണാൻ ഞാൻ ചൊക്കറ്റിനെ അടിച്ചു പൊട്ടിക്കും. അഡ്രസ് കണ്ടെത്തിയിട്ട് വളരെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ഞാൻ കേസ് കൊടുക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, ഇത്തരത്തിലുള്ള കമന്റും ഒക്കെ ഇടലങ്ങ് നിർത്തിക്കോ. എത്ര പേര് നല്ല രീതിയിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ തരുന്നു, എത്ര പേര് നല്ല രീതിയിൽ എനിക്ക് കമന്റ് തരുന്നു, എത്ര പേര് എനിക്ക് നല്ല രീതിയിൽ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നു, എത്ര നല്ല കമന്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാനൊരു ഫോട്ടോയും കാര്യങ്ങളിട്ടോ എത്രയോ എന്റെ നല്ല ഫ്രണ്ട്സുകൾ വന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നു. ഇത് അവർക്കും ആവൂല്ലേ ഇങ്ങനെയൊക്കെ പറയാന്? കുടുംബത്തിൽ പറഞ്ഞവരാരും അങ്ങനെയൊന്നും ചെയ്യില്ല. മനസ്സിലായോ? അവനൊരു അപ്പക്കച്ചവടം എന്ന് പറഞ്ഞൊരു വാക്കുമായിട്ട് വന്നിരിക്കുന്നു. അവന്റെ വീട്ടിലൊക്കെ എന്താണ് അവൻ ഉദ്ദേശിച്ചത്? അവൻ അതിനകത്തൊരു ഇന്റർമീനിങ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇങ്ങനത്തെ ഡയലോഗായിട്ട് വന്നതുണ്ടല്ലോ, ഏതവനായാലും ശരി പെറ്റീഷൻ കൊടുക്കുന്നതല്ല, ആദ്യം വീട്ടിൽ ചെന്ന് അടിക്കും. ഞാൻ അടി കൊടുക്കും, കാരണം കുറ്റി നോക്കി, എന്നിട്ടേ ഞാൻ പെറ്റീഷൻ കൊടുക്കത്തുള്ളൂ. മനസ്സിലായ? അതുകൊണ്ട് ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടുകാരെ വന്നത്. ഇത് എന്നെ മോശം കമന്റ് പറയാത്തവരാരെയും ബാധിക്കുന്നതല്ല. പറഞ്ഞിട്ടുള്ള ഏത് പരനാറികളുണ്ടോ അവന്മാര് കേൾക്കാണ്ടിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. എന്നെ ഒരുത്തരും വന്ന് ഞോണ്ടാനുള്ളൊന്നുമല്ല. ഞാൻ അന്തസ്സും അഭിമാനമായിട്ടാണ് ജീവിക്കുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എന്റെ സ്വന്തം കാശ് കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഒരുത്തന്മാരെ പറ്റിച്ചും വെട്ടിച്ചും ആരുടെ കൂടെയും കടന്നു കൊടുത്തും കാശുണ്ടാക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായ? അതുകൊണ്ട് ഈ ജാതി വർത്തമാനങ്ങളുമായിട്ടൊന്നും ഒരുത്തന്മാരും എന്റെ ഫേസ്ബുക്കിലേക്ക് വന്നേക്കരുത്. വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ചുട്ട മറുപടിയും തരും. ഞാൻ അതിന് വേണ്ടുന്ന നടപടിക്ക് പോവുകയും ചെയ്യും. കുടുംബമല്ല, ഞാൻ എന്ത് ടാഗ് എത്ര രൂപ ചെലവാക്കിയാലും അവന്റെ അഡ്രസ് ഞാൻ കണ്ടുപിടിച്ച് അവന്റെ കുടുംബത്ത് കയറി കുടുംബക്കാര് കാണാൻ ഞാൻ അവന്റെ ഒക്കെ ചെറുക്കാരെ നോക്കി അടിച്ചു പൊളിക്കും. വളരെ ഞാൻ തുറന്നു പറയാം. അതിന് പെണ്ണ് പറഞ്ഞാലും ശരി, ഇനി സ്ത്രീകൾ പോലും മോശമായ വിലയിരുത്താൻ വന്നാലും ശരി, അവളുമാർക്കും കിട്ടുവാടി, ഉറപ്പാ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്ന ഏതെങ്കിലും പരനാറികളോ കുടുംബത്തിൽ പറക്കാത്തവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് പോവുക. ഓക്കെ? അപ്പൊ ഇത് പറയാനാണ് എന്റെ കൂട്ടുകാരെ ഞാൻ വന്നത്. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി, പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനൊരു ബിംബമല്ല, ഞാനൊരു പ്രതിമയല്ല, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. ഞാൻ പ്രതികരിക്കും. ഓക്കെ? അപ്പൊ ഇത്രയും പറയാനായിട്ടാണ് വന്നത്. താങ്ക് യു സോ മച്ച്.